this channel. In this channel, we are going to discuss concepts based on ICSE class 9 and 10 Java and their explanation. So to begin with, ആദ്യം നോക്കാൻ പോകുന്നത് ICSE class 9 chapter 4 operators in Java വെച്ചിട്ടാണ്. So ആദ്യം തന്നെ ആ ചാപ്റ്ററിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ തരുന്നത് ഓരോ ഓപ്പറേറ്റർ എന്താന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ഒരു സിമ്പൽ അല്ലെങ്കിൽ ഒരു ടോക്കൺ ആണ്. അത് ഒരു അരിത്തമെറ്റിക്കൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പ്ലസ് എന്ന് പറയുന്ന സിമ്പല് നമുക്ക് അഡീഷൻ ചെയ്യുന്നു, മൈനസ് സബ്ട്രാക്ഷൻ ചെയ്യുന്നു, ആസ്റ്ററിസ്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു അല്ലെ, ആൻഡ് സോ ഓൺ. മോഡുലസ് ആണെങ്കിൽ റിമൈൻഡർ എടുക്കുന്നു. നമ്മള് അത് വെച്ചിട്ടാണ് നമ്മൾ മാത്തമാറ്റിക്സിൽ കുറെ ഓപ്പറേഷൻസ് ചെയ്യുന്നത്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അതുപോലെ തന്നെ നമുക്ക് പല ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ. ഇതിൽ നമ്മൾ അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് വെച്ചാണ് തുടങ്ങുന്നത്. അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സിൽ നമുക്ക് ആദ്യം നോക്കാനുള്ളതാണ് യൂണറി ഓപ്പറേറ്റേഴ്സ്. യൂണറി ഓപ്പറേറ്റേഴ്സിൽ ആ വേർഡിൽ തന്നെ മനസ്സിലാവും, യൂണി, വൺ. യൂണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഓപ്പറേറ്ററേ ഉള്ളൂ, ഒരു ഓപ്പറൻഡേ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ ഓപ്പറേറ്റർ എന്താ? പ്ലസ് ആണ്. യൂണറി ഓപ്പറേറ്റേഴ്സിലെ ഓപ്പറൻസ് ആകാം പ്ലസ്, മൈനസ്, പ്ലസ്. ഇവരൊക്കെയാണ് നമ്മുടെ യൂണറി ഓപ്പറേറ്റേഴ്സിലെ സിമ്പിൾസ്. സോ ആദ്യം തന്നെ നമുക്ക് പ്രിഫിക്സ് എന്താ, പോസ്റ്റ് ഫിക്സ് എന്താന്ന് പഠിച്ചു തുടങ്ങാം. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ തന്നേക്കുന്നത് എന്താ? ഇവിടെ തന്നേക്കുന്നത് സ്നിപ്പറ്റിൽ കാണാം, a = 3, b = 2. ഈ സ്നിപ്പറ്റിന്റെ തുടക്കത്തില് പിയില് നമുക്കൊരു ഷോർട്ട് ഹാൻഡ് തന്നിട്ടുണ്ട്, പ്ലസ് എ. ആദ്യം പ്ലസ് എ എന്താന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. പ്ലസ് എ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എയുടെ വാല്യൂ അവർ തന്നേക്കുന്നത് എന്താ? 3 ആണ്. പ്ലസ് എ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കരുതിയാൽ മതി, എനെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് തുടങ്ങും. എനെ ആഡ് ചെയ്ത് തുടങ്ങുമ്പോൾ എന്ന് വെച്ചാൽ ഇൻക്രിമെന്റ് ചെയ്യാണ്, ഇൻക്രിമെന്റ് ബൈ 1. സോ a + 1 = 4 ആയിരിക്കും നമ്മുടെ വാല്യൂ. സോ a = 4 ആണ് ഇവിടെ. അതിനുശേഷം നമുക്ക് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന a ++ ആണ്. a ++ ഒരു പോസ്റ്റ് ഫിക്സ് ആണ്. പോസ്റ്റ് ഫിക്സ് എന്ന് വെച്ചാൽ എത്ര കരുതാനുള്ളൂ, നമ്മൾ ആദ്യം ആ നമ്പർ സ്റ്റോർ ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്യുന്നു. സോ ആദ്യം നമ്മൾ ഇതിനെ a എന്ന് പറഞ്ഞ് a = 4 എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മൾ കരുതാണ് a = 4 + 1 which is 5 എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റോർ ചെയ്യണം. ഇവിടെ നമ്മൾ a = 5 എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്യണം. ഇത് ഇപ്പൊ ഇവിടെ 5 എന്ന് പറഞ്ഞിട്ട് ഈ a ++ സേവ് ആവില്ല. പകരം ഇനി വരുമ്പോഴാണ് അത് 5 എന്ന് പറഞ്ഞ് സേവ് ആവുക. അതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. b = 2. b = 2. ഇവിടെ b ++ ആണ് നിൽക്കുന്നത്. b ++ എന്താ? ഒരു പോസ്റ്റ് ഫിക്സ് ആണ്. അപ്പോ ആദ്യം എന്താ ചെയ്യുക? ആദ്യം അത് സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മൾ ഇൻക്രിമെന്റ് ബൈ 1 ആണ് ചെയ്യുന്നത്. അപ്പോ b = 2. അതിനുശേഷം നമ്മുടെ ബിയുടെ വാല്യൂ 5 ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണം. അതിനുശേഷം നമുക്ക് പ്ലസ് എ എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത്. പ്ലസ് എ എന്ന് പറഞ്ഞാൽ എനെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോ എ എന്താ? നേരത്തെ a ++ നമ്മൾ ചെയ്തായിരുന്നു. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ എന്താ? ആദ്യം 4 ഇട്ടു, അതിനുശേഷം a + 1 5 ആയിട്ട് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്തു. ആ ഇൻക്രിമെന്റ് ചെയ്ത 5 ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. a = പ്ലസ് എന്ന് പറയുമ്പോൾ +5 ആണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ 5 ഇവിടേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇനിയിപ്പോ ഇവിടെ ഇതിന്റെ സം എന്താന്ന് പറയാൻ പറ്റുമോ? ഈ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ ഇട്ടേക്കുന്നത് നോക്കണ്ട, അത് നമ്മുടെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നതാണ്. ഈ
സ്ക്വയർ ബ്രാക്കറ്റ് a ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടതാണ്. നമുക്ക് എന്ത് എവിടെ വരുന്നത്? ഈ അവസാനത്തെ +5 ആയിട്ട് വരുന്നത്. സോ റിസൾട്ട് എന്താ? 4 + 2 + 5. ഇവിടെ ബിയുടെ വാല്യൂ 5 അല്ല 3 ആട്ടോ. സോ a ഈക്വൽ ടു 4 + 4 + 2 + 5. കമ്പൈൽ ചെയ്യുന്നു. നോ സിന്റാക്സ് എറർ. word name string args. ഓക്കെ, നമ്മുടെ റിസൾട്ട് എന്താ? 15. So p result equal to 15, p equal to 15. So hope you understood the concept. Thank you for watching.